ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് കർത്താവേ, അങ്ങ് എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നാവ് തുറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. Praise the Lord. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യത്തിലേക്കും നിന്റെ ശ്രദ്ധ പോകരുത്. ഇപ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നീയും നിന്റെ ദൈവവും മാത്രം വിശ്വസിക്കുക. സർവശക്തനായ ദൈവം അത്ഭുതകരമായി നിന്നിൽ ഇടപെടുന്ന സമയം, പ്രത്യേകിച്ച് വ്യത്യസ്തമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകര് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്ന സമയമാണ്. സങ്കീർത്തന പുസ്തകം 27 അധ്യായം 5 തിരുവചനം, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ക്ലേശം, സങ്കടം, ഭാരം അതെന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 50 അധ്യായം 15 തിരുവചനം പറയുന്നു, അനർത്ഥകാലത്ത് എന്നെ വിളിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തു തന്നെയാണെങ്കിലും ആ അവസ്ഥയിലേക്ക് ഇതാ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. യേശു നിനക്ക് ഉത്തരം നൽകും. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 10 അധ്യായം 14 തിരുവചനം, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ദൈവമേ, ഞങ്ങൾ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. ജീവിതത്തിൽ ആരും സഹായത്തിനില്ലല്ലോ എന്ന് കരുതി വിഷമിക്കുന്ന അനേകരുടെ പ്രാർത്ഥനകൾ ഈ അൾത്താരയിൽ ചേർത്ത് വയ്ക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടവരുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ ശുശ്രൂഷ സമയത്ത് ഇതാ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മക്കളെ വളർത്തി വലുതാക്കി മക്കൾക്ക് വേണ്ടി വളരെയധികം ത്യാഗം ചെയ്തു, പക്ഷെ ഇപ്പോൾ മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിത അവസ്ഥ സമർപ്പിക്കുക. ഇതാ നിന്റെ മുമ്പിൽ സങ്കീർത്തനം പഠിപ്പിക്കുന്നു, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 18 അധ്യായം 16 17, ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു, പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഈ വചനം ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും സംഭവിക്കപ്പെടട്ടെ. 2 കരങ്ങളും അത് ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് ഈ വചനം നീ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചോ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ഈ വചനം സ്വീകരിക്ക്. സങ്കീർത്തനം 18 അധ്യായം 16 17 തിരുവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കൂ. ഉന്നതത്തിൽ നിന്ന്
ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. ദൈവമേ, ഈ വചനം എന്നിൽ സംഭവിക്കട്ടെ, എന്നിൽ സംഭവിക്കട്ടെ, എന്നിൽ സംഭവിക്കട്ടെ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുക. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തമ്പുരാൻ കർത്താവിനെ സമർപ്പിക്കുക. ദൈവമേ, ഇതാണ് എൻ്റെ ഈ കഷ്ടത, ഇതാണ് എൻ്റെ ദുഃഖം, ഇതാണ് എൻ്റെ ശത്രുക്കളുടെ അവസ്ഥ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ. ഏതു തന്നെയാണെങ്കിലും കർത്താവ് നിനക്കൊരു വഴി തുറക്കും. നീ വിശ്വസിച്ചുകൊള്ളൂ. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അനേകരെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപ നിന്നിലേക്ക് ഒഴുകുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് കർത്താവ് കൃപ നൽകുന്നു. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ വഴി ബന്ധപ്പെട്ട് പിന്നീട് നാളുകളായി ഒരു ചതിയിൽപ്പെട്ട് വലിയ ഭാരത്തിൽ കഴിയുന്ന മറ്റൊരു വ്യക്തിയെ കർത്താവിത വലിയ ഒരു അപകടത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഓരോരുത്തരും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും തരത്തിൽ ചതിയിൽപ്പെട്ടവർ, മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തികളിൽ കുടുങ്ങിപ്പോയവർ, മറ്റുള്ളവരുടെ വാക്കുകളിൽ കുടുങ്ങിപ്പോയവർ, ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവർ, അങ്ങനെ പലരും ഈ ശുശ്രൂഷയിലുണ്ടല്ലോ. നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും അത് നീ സമർപ്പിക്കുക. കർത്താവിൻ്റെ ശക്തി നിന്നിലേക്ക് ഒഴുകുന്നു. ഇതാ സങ്കീർത്തനം 91:15 പറയുന്നു, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ദൈവം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശ്വസിച്ചോ? രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, തലയ്ക്ക് മുകളിൽ അത് ഉയർത്തിപ്പിടിച്ചേ. നിന്റെ കഷ്ടതയിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവം ഇതാ ഈ ശുശ്രൂഷ സമയത്ത് നീ അനുഭവിക്കുകയാണ്. നീ എത്ര ദൂരം അകലെയാണെങ്കിലും, നിന്റെ ജീവിത അവസ്ഥ എത്രമേൽ തകർക്കപ്പെട്ട അവസ്ഥയാണെങ്കിലും, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ വലിയ കഷ്ടതയിലാണെങ്കിലും, ഇതാ കർത്താവ് നിന്നിൽ ഇടപെടുന്നു. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് നീ മടുത്തില്ലേ? ആരും എന്നെ സഹായിക്കാനില്ലാണെന്നോർത്ത് നീ വിഷമിക്കുന്നില്ലേ? എന്നാൽ ഇതാ വചനം പറയുന്നു, നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ കഷ്ടതയിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ മോചിപ്പിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ മഹത്വപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. സങ്കീർത്തനം 119:67 തിരുവചനം, കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ വഴി തെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. ദൈവമേ, എനിക്ക് പല തെറ്റായ തീരുമാനങ്ങളും ഉണ്ടായി, പല അനുഭവങ്ങളും ഞാൻ പെട്ടുപോയി, ജീവിതത്തിൻ്റെ പല വഴികളിലൂടെ എൻ്റെ ജീവിതം നശിച്ചുപോയി. എന്നാൽ ഇപ്പോൾ അങ്ങയുടെ വചനം ഞാൻ പാലിക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള ഏതൊക്കെ വഴികളിലൂടെയാണെങ്കിലും അതെല്ലാം കർത്താവ് മാറ്റിവെച്ച് നിന്നെ ഇതാ വിശുദ്ധീകരിക്കുന്ന സമയം. വിശ്വസിക്കുന്ന ഓരോരുത്തരും കണ്ണുനീരോടുകൂടെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 138:7, കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് കർത്താവ് പരിപാലിക്കുന്നു. സങ്കീർത്തനം 119:71, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 39:20, വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ എൻ്റെ ജീവനെ അവിടുന്ന്, വരൾച്ചയുടെ നാടുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. നിന്റെ കഷ്ടത എന്താണോ ആ കഷ്ടതയിലേക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, ഓരോ വ്യക്തിയുടെ മേൽ വെളിപ്പെടട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് യേശുവേ എന്ന് വിളിക്കട്ടെ. Mighty power.
The mighty power, the mighty power upon each one of us. We claim and we believe. Yes, the mighty power. ദൈവശക്തി, സ്വർഗശക്തി നിന്റെ കഷ്ടതയിലേക്ക് വെളിപ്പെടുന്നു. എന്റെ ദൈവജനമേ, വിശ്വസിക്കണം, ഏറ്റെടുക്കണം. നീ ഇതാ പ്രാർത്ഥിക്കുകയാണ്. ദൈവശക്തി വെളിപ്പെടട്ടെ. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. യെസ്, നിൽക്കുന്ന സ്ഥലത്ത് കൈയടിച്ച് പാടിക്കേ. യെസ്, നന്നായിട്ട് കൈയടിച്ച പോരാ, വിശ്വസിച്ച് കൈയടിച്ചേ. നമ്മൾ വെറുതെ അല്ല കൈയടിക്കുന്നത്. കർത്താവ്, ഞാൻ കൈയടിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കഷ്ടതയിൽ, എന്റെ ദുരിതത്തിൽ എന്നെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്. യെസ്, ആമേൻ പറഞ്ഞ് കൈയടിക്കട്ടെ. ആശ്വാസമായി യേശുവുണ്ട്, ആശയവനിലാണെന്നും. ആമേൻ, ആമേൻ. യെസ്, യേശുവുണ്ട്. ഓ കർത്താവേ, പിടിച്ചൊരൊറ്റ വിളി, എന്റെ ഈശോ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും കഷ്ടതയുടെ അനുഭവങ്ങൾ കർത്താവേ ഇടപെടണമേ. കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും ഓഫ്ലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ വചനം പഠിച്ച് പ്രാർത്ഥിക്കുക. അതിന്റെ വലിയ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. വലതുകരം ഉള്ളവർ വലതുകരം ഒന്ന് ഉയർത്തിക്കുക. ഹല്ലേലൂയ. ഇടതുകരം ഉള്ളവർ ഇടതുകരം ഉയർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം തുറന്നേ. എന്നിട്ട് അതിൽ നിന്ന് വിശുദ്ധ യോഹന്നാന്റെ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 8-ാം തിരുവചനം നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ ചില മേഖലകൾ വിശുദ്ധ യോഹന്നാനിലൂടെ ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് സമ്മാനിക്കുകയാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. അടുത്ത വചനം ശ്രദ്ധിച്ച് വായിച്ചോണേ. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ? ഒച്ചത്തിൽ ഏറ്റു പറഞ്ഞാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ആമേൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ഈ കാര്യം വാ തുറന്നൊന്ന് പറഞ്ഞേ. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അതിനെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞേ. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു വന്നത്. എന്തിനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്? എന്തിനാ വന്നേ? പറ. നമ്മൾ പഠിച്ച കാര്യം പറഞ്ഞേ. എന്തിനാ വന്നേ? പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു വന്നത്. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. പ്രത്യേകിച്ച് ഈ വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരുടെ കുടുംബങ്ങളിൽ അനുഭവപ്പെടുന്ന ചില മേഖലകളെ ഈ വചനം കൃത്യമായി നമുക്ക് ഇതിൻ്റെ ആത്മീയ രഹസ്യം ബോധ്യപ്പെടുത്തി നൽകുവാണ്. അതായത് ചില കുടുംബങ്ങളിലൊക്കെ ഉള്ളവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയുന്നൊരു കാര്യം, അച്ഛാ
ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ വളരെ വലിയ പൈശാചിക പീഡയാണ്. അച്ഛൻ, ഞങ്ങൾ താമസിക്കുന്ന വീടിനിരിക്കുന്ന സ്ഥലം, അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു മതത്തിൽപ്പെട്ടവർ അവരവിടെ ഇരുന്നുകൊണ്ട് ചില പൂജകളും അവരുടെ മതത്തിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്ക് അതെല്ലാം ബാധിക്കുന്നു. ഞങ്ങൾക്കൊരു സ്വസ്ഥതയില്ല, ഞങ്ങൾക്ക് വലിയൊരു ഭാരം, അല്ലെ, വീട്ടിലൊരു ഐശ്വര്യമില്ല, നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും തമ്മിൽ തല്ലുന്നു, അടിക്കടി അപകടങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ പരാതിയുമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒത്തിരി പേരുണ്ട്. അതേസമയം തന്നെ വേറെ ചിലരുണ്ട്, അച്ഛാ ഞങ്ങളൊരു സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെച്ചു, പക്ഷെ അച്ഛാ ഞങ്ങൾ അറിഞ്ഞില്ല ആ മണ്ണിൽ ഇതിനു മുമ്പ് ദുർമരണം നടന്നിട്ടുണ്ട്, അവിടെ മന്ത്രവാദം നടന്നിട്ടുണ്ട്, അവിടെ തിന്മയുടെ പ്രവൃത്തിയിലുണ്ടായിരുന്ന അറിഞ്ഞില്ല. ഇനി ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ വീട് വെച്ചു, ഇനി എന്തു ചെയ്യും? ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? ഇങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. സത്യമല്ലേ? സത്യമായ കാര്യം. ഇത് ഇവിടെ ഇരിക്കുന്ന നാട്ടിൽ ജീവിക്കുന്നവർക്ക് മാത്രമൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഏത് വിദേശ രാജ്യങ്ങളിലോട്ട് പോയാലും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ അവരവിടെയും അനുഭവിക്കുന്നുണ്ട്, അവരവിടെയും പലതരത്തിൽ അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് വിദേശത്ത് ഗൾഫ് രാജ്യത്ത് ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു മലയാളി കുടുംബം അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും തോന്നിയോ ഈ വീട്ടിലോട്ട് കയറിയപ്പോൾ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ പറഞ്ഞു, അച്ഛൻ ഒന്നും കൂടെ ശ്രദ്ധിക്കണം, അച്ഛൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരിക്കും. ഈ വീട്ടിലോട്ട് കടന്നു വന്നപ്പോൾ ഒരിരുട്ട് അച്ഛന് തോന്നിയോ? ഒരിരുട്ട് തോന്നിയോ? ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ ഈ വീട്ടിൽ താമസം തുടങ്ങി, പക്ഷെ ഉറക്കം കിട്ടുന്നില്ല, ഇവിടെ കിടന്ന ഉറക്കമില്ല, വലിയ അസ്വസ്ഥതയാണ്, വലിയ ഭാരമാണ്, വലിയൊരു പീഡയാണ്. എന്തു ചെയ്യും? എന്തു ചെയ്യും? ഈ ചോദ്യം അനേകരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്. ഇവിടെയാണ് ഇന്നത്തെ തിരുവചനം നമ്മളെ വ്യക്തമായി ശക്തമായി ഒരു കാര്യം പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? ഈശോ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? എന്തിനാ വന്നേ? വചനം പറയുന്നത് എന്താണ്? പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ വലിയ ഒരു മിനിസ്ട്രിയാണ്, ശുശ്രൂഷയാണ് ഈ പിശാചിനെ തോൽപ്പിക്കുക എന്നുള്ളത്. ഈ പിശാചിനെ തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മിനിസ്ട്രിയാണ്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വചനം കാണാതെ പഠിച്ചോണേ. ലൂക്കാസ് വിശേഷം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 19. ലൂക്കാസ് വിശേഷം നമുക്ക് നൽകുന്ന അതിശക്തമായിട്ടുള്ള ഒരു സംരക്ഷണ വചനം കൂടെയാണ്. അറിയാവുന്നവരൊക്കെ ഒച്ചത്തിലൊന്ന് പറഞ്ഞേ, ലൂക്ക 10:19 പറഞ്ഞേ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കണ്ടോ? ലൂക്കാസ് വിശേഷം 10:19. ഏതെങ്കിലും ഒരു പൈശാചിക പീഡയെ പേടിച്ചിരിക്കുന്ന, ഏതെങ്കിലും ഒരു അസ്വസ്ഥതയിൽപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്ന, ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇതാ നിനക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു സംരക്ഷണ വചനമാണ്. വലതുകര ഉയർത്തിപ്പിടിച്ച് ആ വചനം ഒന്ന് ഒച്ചത്തിലൊന്ന് പറഞ്ഞേ. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ആ വലതുകരം നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമ്മുടെ സ്വന്തമാക്കി നമ്മളൊന്ന് സ്വീകരിക്കുകയാണ്. ഏറ്റുപറഞ്ഞ് ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ യേശു എനിക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല, ഒന്നും എന്നെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഉണ്ടല്ലോ, ഇപ്രകാരം ഏതെങ്കിലും ഒരു ഭാരം, ഒരു പീഡ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പേപ്പറിൽ ഈ വചനം എഴുതി ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് ഈ വചനം പ്രഖ്യാപിക്കുക. സകല തിന്മകളുടെ മീതെ. ചില തിന്മകളുടെ മീതെ എന്നാണോ? അല്ലല്ലല്ല, അങ്ങനെയല്ല. കുറച്ച് പിശാചിന്റെ മേലെന്നാണോ? അല്ല. സകല തിന്മകളുടെ മീതെ ചവിട്ടി നടക്കാൻ. തിന്മയുടെ മുകളിൽ ആർക്കധികാരം? പറ. എനിക്കധികാരം. പറഞ്ഞേ. തിന്മയുടെ മുകളിൽ ചവിട്ടി നടക്കാൻ എന്ന് പറഞ്ഞാൽ ആ തിന്മയെ ചവിട്ടി തോൽപ്പിക്കാൻ നിനക്കധികാരം. ഹല്ലേലൂയ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഈ തിന്മയും ഈ പീഡയും നമ്മുടെ തലയുടെ മുകളിൽ ഇരിക്കുവാണ്. നമ്മുടെ തലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. നമ്മളെയാണ് അതിങ്ങനെ കൊണ്ട് നടക്കുന്നത്, അല്ലേ? നമ്മളിങ്ങനെ പേടിച്ച് നടക്കുന്നത്, അല്ലേ? അയ്യോ, അവിടെ പിശാച്, ഇവിടെ പിശാച്, അങ്ങനെ ഇങ്ങനെ നമ്മൾ ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ നടക്കുന്നത്. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് നീ അത് ചുമന്നുകൊണ്ട് നടക്കേണ്ട വ്യക്തിയല്ല, അവയെ ചവിട്ടി തോപ്പിക്കേണ്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നീ പിശാചിനെ അല്ല പേടിക്കേണ്ടത്, പിശാച് നിന്നെയാണ് പേടിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്നെന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇതിനെല്ലാത്തിനും ഓടിക്കൊണ്ടിരിക്കുമല്ലോ, ഓടുക, ഓടണം, അല്ലേ? ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു കുടുംബം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഈ പള്ളിക്കാരല്ല, ഈ പള്ളിയുടെ അതിർത്തിയിലുള്ള ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു, അതെന്താ വാടകയ്ക്ക് താമസിക്കുന്നേ? അച്ഛാ, ഞങ്ങൾ ഒരു വീട് വെച്ചു, അവിടെ ഇച്ചിരി പ്രശ്നങ്ങളാണ്. അപ്പം ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഒരു പ്രാർത്ഥനക്കാരൻ പറഞ്ഞു, ഇവിടെ ഒരു രക്ഷയില്ല, ഇവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ ആ സ്ഥലം വിറ്റു, എന്നിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാണ്. എന്നിട്ട് ഈ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇത് 8ാമത്തെ വാടക വീടാണ്, 8ാമത്തെ വാടക വീടാണ് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ മാറി 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 താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഭർത്താവ് പറയാണ്, ഇവക്ക് പറയുന്നത് ഇവിടെ മുഴുവൻ പൈശാചിക പീഡയാണ്, പിന്നെ എന്നാ ചെയ്യാനാച്ചാ, സ്വസ്ഥത വേണ്ടേ, പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കെട്ടും പെറുക്കും എടുത്ത് അടുത്ത സ്ഥലത്തോട്ട്. ഇങ്ങനെ 8ാമത്തെ വീടാണ് ഈ പള്ളിയിലുള്ള ഈ വാടക വീട്. ഈ പ്രദേശത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ചിലരിങ്ങനെ കേരളം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പിശാചി, ഇവിടെ പിശാച്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അധികാരം നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഈശോ ഈ ഭൂമിയിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ ഈശോയുടെ വലിയൊരു മിനിസ്ട്രി തന്നെയായിരുന്നു പൈശാചിക ശക്തികളെ തോൽപ്പിക്കുന്ന, പിശാചിനെ തോൽപ്പിക്കുന്ന മിനിസ്ട്രി. ഹല്ലേലൂയ. പിശാചിനെ പേടിച്ച് ഈശോ എങ്ങോട്ടെങ്കിലും ഓടിയോ? ഇല്ലല്ലോ. ഈശോ ചെല്ലുന്ന സ്ഥലത്തോട്ട് പിശാചുക്കളാണ് ഭയപ്പെട്ടത്. പിശാചുകൾ, തിന്മയാണ് നിന്നെ കാണുമ്പോൾ ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരു മനോഹരമായിട്ടുള്ളൊരു പുസ്തകം തന്നെയുണ്ട്, പിശാചിന് എന്നെ ഭയമാണ്. നമ്മുടെ ഗബ്രിയേൽ അമരോത്തി എന്ന് പറയുന്ന വലിയൊരു എക്സോസിസ്റ്റ്, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് സോഫിയ ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകമാണ്. അതായത് പിശാചിന് എന്നെ ഭയമാണ്. അദ്ദേഹം പറയും, പിശാചിന് എന്നെ ഭയമാണ്. വലിയ വിശുദ്ധനായ ഒരു വൈദികൻ, എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പൈശാചിക ശക്തികളുള്ളവർക്ക് ഡെലിവറൻസ് കൊടുത്ത് ആ അനുഭവങ്ങൾ സ്വന്തമായി കണ്ടു. പിശാചിന് എന്നെ ഭയമാണ്. ഒരു ദൈവമകനും ദൈവമകളും വിശ്വസിക്കേണ്ട കാര്യം, നീ പിശാചിനെ ഭയപ്പെടുകയല്ല, മറിച്ച് പിശാചിന് നിന്നെ കാണുമ്പോൾ ഭയം വരണം. അതിന് നിന്റെ ഉള്ളില് പവർ വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Tuhaye,